ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കൂട്ടായി. മലയാളി കഴിഞ്ഞ 27 വർഷമായി റേഡിയോയിലൂടെ നിരന്തരം കേട്ടിരുന്ന ആ ശബ്ദം ഇന്ന് ഓൾ ഇന്ത്യ റേഡിയോയുടെ പടിയിറങ്ങി. കോഴിക്കോട് നിലയത്തിൽ നിന്നും ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത പ്രാദേശിക വാർത്തകൾ അവതരിപ്പിച്ച ശേഷമാണ് ഹക്കീം കൂട്ടായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചത്. അതേക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR തയ്യാറാക്കിയ വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കൂട്ടായി. പ്രധാന വാർത്തകൾ. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 19ാം ഗഡു ബീഹാറിലെ ഭഗൽപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കട്ടോ. ഹക്കീം കൂട്ടായി നല്ല വാർത്ത പണ്ട് മുതലേ വാർത്ത വായിക്കുന്ന ആളാണല്ലോ. നല്ല വാർത്തയാണ്. ആ വാർത്ത നമ്മൾ കാത്തു ഇയാളെ വാർത്ത വരാൻ വേണ്ടി അത്ര ക്ലിയർ വാർത്തകളാണ്. ഭയങ്കര ഫാനായിരിക്കും അല്ലേ? ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. ചാമ്പ്യൻസ് ട്രോഫി നിങ്ങൾക്കതൊരു വാർത്തയായിട്ട് ചെയ്തൂടെ? 6 വിക്കറ്റ്. നല്ല ഇഷ്ടപ്പെട്ട സംഗതിയാണല്ലോ. യെസ്, ഞാൻ ഒരു കാര്യം നമ്മളെ ബീഹാറിലെ സജീഷേട്ടനെ വിളിക്കട്ടെ. സജീതറയിലുണ്ടല്ലോ നമ്മളെ ക്യാമറമാൻ. ഹലോ, സജീട്ടാ. പിന്നെ നമ്മുടെ ആകാശവാണിയിലെ ഹക്കീം കൂട്ടായില്ലേ, വാർത്താവതാരകൻ, മൂപ്പര് വിരമിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു വാർത്ത ചെയ്യണം. ഉഷാറായി ഞാൻ വരാം. ഞാൻ ഒന്ന് പെട്ടെന്ന് ചായയെല്ലാം കുടിച്ചിട്ട് മാറ്റിയിട്ട് വരാം കേട്ടോ. തദ്ദേശ ഭരണം, വൈദ്യുതി, റവന്യൂ, ആരോഗ്യം, ജലസേചനം വകുപ്പ് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും. രാജ്യമെങ്ങും ഭക്തർ മഹാശിവരാത്രി ആഘോഷിച്ചു. കേരളത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലെ പ്രത്യേക പൂജകളിലും ദീപം തെളിയിക്കലിലും ആയിരങ്ങൾ പങ്കാളികളായി. റേഡിയോ വാർത്തകൾ സമ്മാനിച്ച പ്രിയപ്പെട്ട നാമമാണ് ഹക്കീം കൂട്ടായി. ആ മനുഷ്യൻ ആകാശവാണിയുടെ പടിയിറങ്ങുന്നു എന്ന വിവരം ഓരോ മലയാളിയെയും പോലെ എന്നെയും നൊമ്പരപ്പെടുത്തി. അദ്ദേഹത്തെ കാണാനായി കോഴിക്കോട് ആകാശവാണിയിലേക്ക് എത്തി. സാറേ, ഞാനാ വിളിച്ചത്. റിയാസ്, കേരള വിഷൻ ന്യൂസ്. പിന്നെ ചെറുപ്പത്തിലൊക്കെ സാറിന്റെ അതെ കേരള വിഷൻ സാറിന്റെ വലിയൊരു ഫാനാണ്. നമ്മൾ ഈ ചെറുപ്പത്തിൽ സ്ഥിരമായിട്ട് ആകാശവാണി വാർത്തകൾ വായിക്കുന്ന ഹക്കീം കൂട്ടായി എന്ന് കേൾക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ഇല്ല അല്ല, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓ, വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഹക്കീം കൂട്ടായി സർവീസിൽ നിന്നും വിരമിക്കുന്നത്. 1997 നവംബർ 28 ജോലിയിൽ പ്രവേശിച്ച് ഡൽഹിയിലേക്ക് പോകുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നുമുള്ള ആദ്യത്തെ ആകാശവാണി വാർത്താ വായനക്കാരൻ എന്ന റെക്കോർഡും ഹക്കീം കൂട്ടായിക്ക് സ്വന്തമായിരുന്നു. മൂത്താപ്പ സിംഗപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന ഫിലിപ്സ് റേഡിയോ ഉപ്പ കാണാതെ കേട്ടു തുടങ്ങിയ ശേഷമാണ് ആകാശവാണിയോട് അത്രമേൽ പ്രിയം തോന്നിയതെന്ന് ഹക്കീം കൂട്ടായി. അപ്പോൾ ഈ റേഡിയോ അന്ന് ഇപ്പോൾ നിധി പോലെ കാത്തു സൂക്ഷിച്ചാൽ എന്നെ തൊടാൻ സമ്മതിക്കില്ല. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ നമുക്കൊരു മൊബൈൽ കേടുവന്നാൽ ഞാനൊക്കെ ചെയ്യാറുള്ളത് മകനെയെ കൊണ്ട് മകളെ കൊണ്ട് ശരിയാക്കലാണ്. എനിക്കറിഞ്ഞൂടാ, മിക്ക ആളുകളും അതാ ചെയ്യാറുള്ളത്. ന്യൂജനെ കൊണ്ട് ചെയ്യിക്കും. അന്ന് നമ്മൾ ന്യൂജനായിട്ട് തൊടാൻ സമ്മതിച്ചിട്ടില്ല. അത്ര മൂല്യം ഉണ്ടായിരുന്നു. ബാപ്പ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാലാണ് പലപ്പോഴും ഞാൻ സ്കൂളിൽ പോകാത്ത ദിവസങ്ങളിൽ ഉപയോഗിക്കുക. അപ്പോൾ എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബാപ്പ എന്ത് ചെയ്യുന്നൊരു സ്റ്റേഷൻ ഏതെങ്കിലും വെച്ചിട്ട് പോകും. അപ്പോൾ ബാപ്പ ഏതാ വെച്ച് പോയെന്ന് എനിക്കറിയില്ല, ഏത് സ്റ്റേഷൻ വെച്ചിട്ടാണ് പോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ബാപ്പക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. ഇത് ഉച്ചയ്ക്ക് നല്ല പാട്ടുകളല്ലേ, അപ്പോൾ സ്റ്റേഷൻ മാറി മാറി പാട്ടുകൾ വരും. അപ്പോൾ ആ കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാട്ട് മാറ്റി എവിടെയെങ്കിലും കൊണ്ടുവെക്കും. എന്നിട്ടത് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവച്ച് വൈകുന്നേരം ആകുമ്പോൾ ബാപ്പ വന്നിട്ട് ചോദിക്കും, ഒന്ന് റേഡിയോ എടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഇല്ലയെന്ന് പറയും. അപ്പോൾ മുപ്പര് ഇങ്ങനെ ആലോചിക്കും, ഇന്ന് ഞാൻ ഏത് സ്റ്റേഷനാണ് വെച്ച് പോയത്, പിന്നെ ഇപ്പോൾ ഏത് സ്റ്റേഷനാണെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവിടെ നിന്ന് ഈ പരിപാടികൾ കേട്ടു തുടങ്ങിയപ്പോഴാണ്, ചെറുപ്പനാളിലെ പരിപാടികൾ കേട്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിനകത്തൊന്ന് കയറിക്കൊണ്ടു. എൻ്റെ വിചാരം ഇതിനകത്ത്, അപ്പോൾ ഈ റേഡിയോ തുറന്നു കഴിഞ്ഞാൽ ചെറിയ കുറ്റികൾ കാണാം. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ചെറിയ അപ്പോൾ ഞാൻ ഈ ഇതൊക്കെയാണ് ഈ ആളുകളാണ് ഇതിനകത്ത് ഇരുന്ന് പരിപാടി അവതരിപ്പിക്കണമെന്ന് ഈ കുറ്റികൾ കണ്ടാൽ നന്ന ചെറുതായിരിക്കണ സമയത്ത് അന്ന് തുടങ്ങിയതാണ് എനിക്ക് ഇതിനകത്തൊന്ന് കയറിക്കൊണ്ടു. കണ്ണൂരിൽ പോയി അനൗൺസർ പദവിയിലേക്ക് പരീക്ഷ എഴുതിയെങ്കിലും പരാജയമായിരുന്നു ഫലം. 6ാമത്തെ ശ്രമത്തിലാണ് ആകാശവാണിയിൽ വാർത്താ വായനക്കാരനായി ജോലി ലഭിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ മലയാളിക്ക് പ്രിയപ്പെട്ട ശബ്ദമാണ് ഹക്കീം കൂട്ടായിയുടേത്.
ഹക്കീം കൂട്ടായിയുടെ സമകാലികനായി ആകാശവാണിയിൽ വാർത്താ അവതാരകനായി ജോലിയിൽ പ്രവേശിച്ച അനിൽ ചന്ദ്രനും അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് നല്ല വാക്കുകൾ മാത്രം. വളരെ നല്ല ഓർമ്മകളാണ് ഹക്കീമുമായുള്ള ആ ഒരു സഹപ്രവർത്തകനായി അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് റൂമിൽ എന്നും ഹക്കീം ഒരു ഐഡൻറ്റിറ്റിയാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഇത്രത്തോളം സൂക്ഷ്മമായിട്ടും കൃത്യമായിട്ടും വാർത്ത കൊടുക്കുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണത്. വളരെ അതായത് പിറ്റേന്നൊരു ഡെവലപ്മെൻറ്റ്, ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് തോന്നിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വളരെയധികം പഠിച്ച് കൃത്യമായിട്ട് ആ വാർത്ത കൊടുക്കാൻ തയ്യാറായിട്ടായിരിക്കും അദ്ദേഹം വരിക. ആ ഒരു പ്രിപ്പയർഡ്നെസ് ഒന്നും മറ്റുള്ളവർക്കില്ല. ഈവൻ എനിക്ക് അത്രത്തോളം ജാഗ്രത പുലർത്താൻ പലപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിലെ സംശയങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഞങ്ങൾക്കൊരു നിഘണ്ടു പോലെയാണ് ഹക്കീം കൂട്ടായി. സുനാമി ദുരന്തം നടന്ന സമയത്ത് സ്വന്തം ജീവൻ പോലും അവഗണിച്ച് കടലിൽ നിന്നും മീറ്ററുകൾ മാത്രം അകലെയുള്ള കോഴിക്കോട് ആകാശവാണിയിൽ ജോലി ചെയ്ത ചരിത്രമുണ്ട് ഹക്കീം കൂട്ടായിക്കും സഹപ്രവർത്തകർക്കും. ഏത് സമയത്തും സുനാമി ആഞ്ഞടിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് സമയത്തും ഇതിനകത്ത് നമ്മൾ 3-3.5 മണിക്ക് വന്നിട്ട് ജോലി ചെയ്യണം. ആരുമില്ല. കടലോര ഈ തീരപ്രദേശത്താണെങ്കിൽ കണ്ടമാനം ആളുകൾ കാത്തു നിൽക്കണം സുനാമി കാണാൻ. അവർക്കറിയില്ല സുനാമി വന്നു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുമെന്നുള്ള കാര്യം. എന്നാൽ പോലും നിൽക്കുന്നു. ഇതിനകത്ത് ജോലി ചെയ്യുന്ന നമുക്ക് കനത്ത ആശങ്കയാണ്. ഏത് സമയത്താണ് പോകുമെന്നറിയില്ല. വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങൊക്കെ അപ്പം തകർന്നു പോകും. ഇത് ബാക്കിയുണ്ടാവില്ല. അതിനകത്ത് നമ്മളും അതിനകത്ത് വിട്ടുപോകും. അത്രയും വളരെ പേടിച്ച് ബുദ്ധിമുട്ടിയിട്ട് പ്രയാസപ്പെട്ടിട്ടാണ് അന്ന് ഈ ബുള്ളറ്റിൻ ചെയ്തത്. ആരും അറിയില്ല. പുലർച്ചെയല്ലേ സംഭവം. പിന്നെ സ്പെഷ്യൽ ബുള്ളറ്റിനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉച്ചയ്ക്ക് ശേഷം നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴും ഈ പേടി നമ്മുടെ മനസ്സിലിങ്ങനെ ആശങ്കയായിട്ട് നിലകൊണ്ട് തുറന്നു പോവുകയാണ്. അത് വല്ലാത്ത സംഭവമായിരുന്നു അത്. ആകാശവാണിയിൽ നിന്നും വിരമിക്കുമ്പോൾ പുലർക്കാലത്ത് എഴുന്നേൽക്കുന്ന തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജീവിത രീതി കൂടിയാണ് ഇല്ലാതാകുന്നത് എന്ന വേദന ഹക്കീം കൂട്ടായി പങ്കുവച്ചു. എനിക്കത് ഇപ്പോഴും ഇവിടുന്ന് പടിയിറങ്ങുക എന്നുള്ള കാര്യം ഓർക്കാൻ തന്നെ വയ്യ. ഒന്നാമതായിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, പിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജോലി. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 3 മണിക്ക് എഴുന്നേറ്റാൽ പോലും ആ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു വിഷമം ഉണ്ടാവുന്നല്ലാതെ പിന്നെ ഞാനിതിൽ ഇൻവോൾവ് ചെയ്യണം. അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അതിനി കിട്ടില്ല എന്നുള്ളൊരു പ്രയാസം. മാത്രമല്ല കുറേ കഴിയുമ്പോൾ ആളുകളൊക്കെ നമ്മളെ മറന്നു പോകില്ലേ, അങ്ങനെ ഒരു പ്രയാസം. അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് പ്രയാസങ്ങൾക്കകത്തു നിന്നുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ മനസ്സ് വ്യാപരിക്കുന്നത്. വല്ലാതൊരു ബുദ്ധിമുട്ടാണ്. അവസാന ദിവസവും പതിവ് പോലെ ജോലിയിൽ വ്യാപൃതനായിരുന്നു ഹക്കീം കൂട്ടായി. സഹപ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ നൽകിയും അവരെ സഹായിച്ചും എപ്പോഴത്തെയും പോലെ സജീവമായി. ഒടുക്കം 6:45 വാർത്താ അവതരണത്തിന്റെ അവസാന ഭാഗത്ത് തന്നെ ഹൃദയത്തിലെത്തിയ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ആ യാഥാർത്ഥ്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, 27 വർഷത്തെ വാർത്താവതരണത്തിന് ശേഷം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഞാനിന്ന് പടിയിറങ്ങുകയാണ്. ഡൽഹിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടുമായി എൻ്റെ വാർത്ത രാവിലെയും മറ്റു സമയങ്ങളിൽ ശ്രവിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാ ശ്രോതാക്കളോടും ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പ്രധാന വാർത്തകൾ വീണ്ടും. പിന്നാലെ നൊമ്പരത്തോടെ അദ്ദേഹം ആകാശവാണി സ്റ്റുഡിയോയുടെ പുറത്തേക്കിറങ്ങി. ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാന യാത്രയിൽ പതിയെ തിരിഞ്ഞു നോക്കി തന്നെ താനാക്കി മാറ്റിയ പ്രിയപ്പെട്ട ആകാശവാണിയിലേക്ക്. ആകാശവാണി വാർത്തകൾ വായിക്കാൻ ഇനി ഹക്കീം കൂട്ടായി ഇല്ല എന്ന വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ക്യാമറമാൻ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.